ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ ദ ഹോൾ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു ഡി എസ് ബൈ ഡി ടി ദ ഹോൾ ക്യൂബ് പ്ലസ് 4 ഈക്വൽ ടു 0. നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നു ഇവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ടിയും ഡിപെൻഡന്റ് വേരിയബിൾ എക്സുമാണ്. അതായത് നമ്മൾ സാധാരണ കാണാറുള്ള വൈക്ക് പകരം ഇവിടെ വന്നിരിക്കുന്നത് എസും എക്സിന് പകരം ഇവിടെ വന്നിരിക്കുന്നത് ടിയുമാണ്. ഇതിന്റെ ഓർഡർ എന്താണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഓർഡർ ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ്. അതായത് പല ഓർഡറിലുള്ള ഡെറിവേറ്റീവുകൾ അവിടെ വരാം. നമ്മൾ മനസ്സിലാക്കുന്നത് y = f of x എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് dy ബൈ ഡി എക്സ് എന്ന് വരുന്നത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. അതുപോലെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് എന്ന് പറയുന്നത് തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. ഇങ്ങനെ ഹയസ്റ്റ് ഓർഡറിലുള്ള ഡെറിവേറ്റീവ് ഏതാണോ അവിടെ ഉള്ളത് അതിന്റെ ഓർഡറാണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്ന ആ ഒരു ഹയസ്റ്റ് ഡെറിവേറ്റീവ് അത് ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ എന്നാണ്. അതിന്റെ ഓർഡർ 2 ആണ്. അതുകൊണ്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ 2 ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അടുത്തതായി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സീക്ക് സ്ക്വയർ എക്സ് ടാൻ വൈ ഡി എക്സ് പ്ലസ് സീക്ക് സ്ക്വയർ വൈ ടാൻ എക്സ് ഡി വൈ ഈക്വൽ ടു 0. നമുക്കിവിടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിന്റെ ജനറൽ സൊല്യൂഷൻ കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ജനറൽ സൊല്യൂഷൻ കാണാനായിട്ട് നമ്മൾ 3 തരത്തിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനുകളെ പരിചയപ്പെടുന്നുണ്ട്. ഒന്നാമതായിട്ട് വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, രണ്ടാമതായിട്ട് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, മൂന്നാമതായിട്ട് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൽ ഏത് ടൈപ്പിൽ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇത് എന്ന് തിരിച്ചറിയുക എന്നതാണ് ഒന്നാമത്തെ സംഗതി. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതൊരു വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇതിനെ നമുക്കൊരു വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കി മാറ്റാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ ഫോം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ ഡി വൈ എന്നുള്ളൊരു ഫോമാണ്. അതായത് ഇക്വേഷന്റെ രണ്ട് വശങ്ങളിലായിട്ട് നമുക്ക് ഡി എക്സും ഡി വൈയും മാറ്റി എഴുതാനായിട്ട് സാധിക്കണം. എന്ന് മാത്രമല്ല ഡി എക്സിന്റെ കൂടെ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് മാത്രം വരണം. അതുപോലെ തന്നെ ഡി വൈയുടെ കൂടെ മറ്റൊരു ഫംഗ്ഷൻ ഓഫ് വൈ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് മാത്രം വരണം. ഈ രീതിയിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഡി എക്സിനെയും ഡി വൈനെയും രണ്ട് സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ രണ്ട് ടേമുകളിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതി ഡി എക്സിന്റെ കൂടെ എക്സിന്റെ ഫംഗ്ഷൻ മാത്രം അല്ലെങ്കിൽ എക്സിന്റെ ടേമുകൾ മാത്രം, ഡി വൈയുടെ കൂടെ വൈയുടെ ടേമുകൾ മാത്രം എന്ന രീതിയിലാക്കി മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ തന്നിരിക്കുന്ന ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കത് ഈ ഫോമിലാക്കി മാറ്റാൻ പറ്റുന്നതാണ് എന്ന് മനസ്സിലാക്കാം. അതായത് നമുക്ക് തന്നിരിക്കുന്നത് സീക്ക് സ്ക്വയർ എക്സ് ടാൻ വൈ ഡി എക്സ് പ്ലസ് സീക്ക് സ്ക്വയർ വൈ ടാൻ എക്സ് ഡി വൈ ഈക്വൽ ടു 0 എന്നാണ്. ഇവിടെ നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യാൻ പോകുന്ന സംഗതി ഏതെങ്കിലും ഒരു ടേമിനെ നമ്മൾ പൂർണ്ണമായിട്ടും റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. അപ്പോൾ അത് റൈറ്റ് സൈഡിൽ ചെല്ലുമ്പോൾ അത് മൈനസ് എന്നുള്ള രീതിയിൽ വരുമെന്ന് നമുക്കറിയാം. അതായത് ഇവിടെ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് സീക്ക് സ്ക്വയർ എക്സ് ടാൻ വൈ ഡി എക്സ് ഈക്വൽ ടു ഈ ഒരു ടൈമിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. അത് റൈറ്റ് സൈഡിൽ ചെല്ലുമ്പോൾ മൈനസ് സീക്ക് സ്ക്വയർ വൈ ടാൻ എക്സ് ഡി വൈ എന്ന് വരുന്നു. ഇപ്പോൾ ഡി എക്സും ഡി വൈയും ഈക്വൽ ടുവിൻ്റെ രണ്ട് സൈഡുകളിലും ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഡി എക്സിന്റെ കൂടെ വന്നിരിക്കുന്നത് എക്സിന്റെ ടേമുകൾ മാത്രമാണോ? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ടാൻ വൈ ഡി എക്സിന്റെ കൂടെ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് നമ്മൾ നോക്കുമ്പോൾ ഡി വൈയുടെ കൂടെ ടാൻ എക്സ് വന്നിരിക്കുന്നു. ഇത് രണ്ടും ആ സ്ഥാനങ്ങളിലല്ല വരേണ്ടത്. പക്ഷേ അത് ആ ടേമുകളിലെ ഓരോ ഫാക്ടേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ അത് ആ ഡിനോമിനേറ്ററിലേക്ക് കടന്നു വരുമെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ടാൻ വൈനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നു, റൈറ്റ് സൈഡിലെ ടാൻ എക്സിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുന്നു. നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് ലെഫ്റ്റ് സൈഡ് വരാനായിട്ട് പോകുന്നത് സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ റൈറ്റ് സൈഡിലെ ടാൻ എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ടാൻ എക്സ് എന്ന് വരും. കൂടെ ഉള്ളത് ഡി എക്സ് ആണ്. റൈറ്റ് സൈഡിൽ മൈനസ് സീക്ക് സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ, അതായത് ലെഫ്റ്റ് സൈഡിലെ ടാൻ വൈ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ടാൻ വൈ എന്ന് വരുന്നു. അതിൻ്റെ കൂടെ ഉള്ളത് ഡി വൈ ആണ്. നമുക്ക് ഇവിടെ മനസ്സിലാക്കാം ഇത് വേരിയബിൾ സെപ്പറബിളിന്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ ആയിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ
ഇൻറ്റു ഡി വൈ എന്ന ഫോമിൽ ആയിട്ടുണ്ട്. അതായത് ഒരു സൈഡിൽ എക്സും അതിൻ്റെ ടേമുകൾ അല്ലെങ്കിൽ ഡി എക്സും അതിൻ്റെ ടേമുകളും അടുത്ത സൈഡിൽ ഡി വൈയും വൈയുടെ ടേമുകളും എന്ന രീതിയിൽ ആയി മാറിയിട്ടുണ്ട്. എക്സോ വൈയോ മിക്സ് ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഇല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ കാണാനായിട്ട് ആരംഭിക്കുന്നു. ഇതിന്റെ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് വശവും ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രം മതി. അതായത് ഇന്റഗ്രേറ്റിംഗ് ഇന്റഗ്രൽ ഓഫ് സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ടാൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ മൈനസ് ഒരു കോൺസ്റ്റന്റ് ആണ്, മൈനസിനെ വെളിയിൽ നിർത്തിക്കൊണ്ട് മൈനസ് ഓഫ് സീക്ക് സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ടാൻ വൈ ഡി വൈ എന്ന് വരുന്നു. ഇനി നമ്മൾ ആലോചിക്കുന്നത് ഇതിനെ നമുക്ക് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാമെന്നാണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ ഇന്റഗ്രൽ ഓഫ് സീക്ക് സ്ക്വയർ എക്സ് ബൈ ടാൻ എക്സ് ഡി എക്സ്. നമുക്കറിയാം ഈ ടാൻ എക്സിന്റെ കൃത്യം ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ കിടക്കുന്നത് സീക്ക് സ്ക്വയർ എക്സ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇത് ശരിക്കും എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് എന്ന ഫോമാണ്. അതായത് നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തുകൊണ്ട് ഇപ്പോൾ ടി ഇസിക്വൽ ടു ടാൻ എക്സ് എന്ന് കൊടുത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇത് 1/t dt എന്ന് വരുന്ന ടൈപ്പാണ്. അതായത് ഇതിന്റെ ആൻസർ ലോഗ് മോഡ് ടി എന്ന് വരും. അല്ലെങ്കിലും എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് എന്നാണെങ്കിൽ അതിന്റെ ആൻസർ വരുന്നത് ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് എന്നാണ് നമുക്കറിയാം. അതായത് ഇവിടെ ലോഗ് മോഡ് ടാൻ എക്സ് എന്ന് ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ വരും എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ആൻസർ വരുന്നത് റൈറ്റ് സൈഡിൽ മൈനസ് ലോഗ് മോഡ് ടാൻ വൈ എന്നും വരുന്നു. ഇതിന്റെ കൂടെ നമുക്കൊരു പ്ലസ് സി, അതായത് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്നുള്ള രീതിയിൽ പ്ലസ് സി കൂടി നമുക്ക് എഴുതാം. വേണമെങ്കിൽ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡ് ഇത് നമുക്കൊരു ആൻസർ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ റൈറ്റ് സൈഡിലെ മൈനസ് ലോഗ് ടാൻ വൈനെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുകയാണെങ്കിൽ ലോഗ് മോഡ് ടാൻ എക്സ് പ്ലസ് ലോഗ് മോഡ് ടാൻ വൈ ഈക്വൽ ടു സി എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. ഇവിടെ വീണ്ടും നമുക്ക് ലെഫ്റ്റ് സൈഡ് ഇതിപ്പോൾ ലോഗ് പി പ്ലസ് ലോഗ് ക്യൂ എന്ന ഫോം ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ നമുക്ക് ലോഗ് പി ഇൻറ്റു ക്യൂ, അതായത് ലോഗ് മോഡ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് എഴുതാം. ലോഗ് പി ക്യൂ, ലോഗ് പി പ്ലസ് ലോഗ് ക്യൂ എന്ന രീതിയിൽ എഴുതാം. ഈക്വൽ ടു സി എന്ന് എഴുതാം. ഇതിന്റെ ലോഗരിതം ഒരു കോൺസ്റ്റന്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺസ്റ്റന്റ് വരാൻ കാരണം ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഇതിന്റെ ഒരു ആൻസർ ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ ഈക്വൽ ടു സി എന്നുള്ള രീതിയിൽ എഴുതാം. ഇവിടെ നമുക്ക് ഏതൊരു സ്റ്റെപ്പുകളിൽ വേണമെങ്കിലും ഇതിന്റെ ആൻസർ ഫൈനൽ ആൻസർ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് താഴേക്കുള്ള സ്റ്റെപ്പുകളിൽ നമുക്ക് ഇതിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട സംഗതി ഒരു വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇവിടെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതായത് നമുക്ക് 3 ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷനുകളെ സോൾവ് ചെയ്യാനായിട്ട് പഠിക്കാനുണ്ട്. ഒന്നാമതായിട്ടാണ് ഈ വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടുമുട്ടുന്നത്. ഒരു സൈഡിൽ ഡി എക്സും അതിന്റെ കൂടെ എഫ് ഓഫ് എക്സും, മറു സൈഡിൽ ഡി വൈയും അതിന്റെ കൂടെ അതിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ജി ഓഫ് ഐയും ആക്കി മാറ്റാനായിട്ട് സാധിക്കുന്ന ആ ഡിഫറൻഷ്യൽ ഇക്വേഷനുകളെയാണ് നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞാൽ, അതായത് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ജി ഓഫ് ഐ ഡി വൈ എന്നുള്ള ഫോമിലേക്ക് നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇതിന്റെ സൊല്യൂഷൻ കാണുക എന്നതാണ്. സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് രണ്ട് വശവും വിത്ത് റെസ്പെക്ട് ടു അല്ലെങ്കിൽ രണ്ട് വശവും നേരിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഒരു സ്ഥലത്ത് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സും അടുത്ത സൈഡിൽ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈയുമായിരിക്കും. കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ആഡ് ചെയ്യുകയാണെങ്കിലും C1 C2 എന്ന് പറഞ്ഞ് ആഡ് ചെയ്യുമ്പോൾ അത് രണ്ടും കൂടി ഒരു സൈഡിലേക്ക് കൊണ്ടുവന്ന് കമ്പൈൻ ചെയ്യുമ്പോൾ ഒരിടത്ത് മാത്രമേ വരൂ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു സൈഡിൽ മാത്രം കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷനെ കീപ്പ് ചെയ്താൽ മതി. ഇങ്ങനെ നമുക്ക് ഒരു വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കാണാനായിട്ട് സാധിക്കും.